തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ്. അതെ, എ മൊമെന്റ് ടു നറിഷ് മൈ സോൾ. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന പരിപാടിയിൽ കുമ്പളങ്ങി 1-ാം വാർഡ് LDF സ്ഥാനാർത്ഥി KV സാബു ആണുള്ളത്. വാർത്തയിലേക്ക്. സ്ഥാനാർത്ഥിയോടൊപ്പം പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന KV സാബു ആണ്. 40 വർഷക്കാലമായി കോൺഗ്രസ് കൈവശം വെച്ചിരിക്കുന്ന വാർഡിലാണ് ഇത്തവണ KV സാബു മത്സരരംഗത്ത് ഇറങ്ങിയിട്ടുള്ളത്. നമസ്കാരം. കുമ്പളങ്ങി പഞ്ചായത്തില് മികച്ച മത്സരം നടക്കുന്ന ഒരു വാർഡാണ് 1-ാം വാർഡ്. ഈ 1-ാം വാർഡിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി മത്സരിക്കുന്ന KV സാബു നമ്മോടൊപ്പം ഉണ്ട്. നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം ഒരു ആഴ്ച പിന്നിട്ടപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? തെരഞ്ഞെടുപ്പ് പ്രചരണം ഇപ്പോൾ ഒരാഴ്ച പിന്നിട്ട് ഞാനൊരു 4 റൗണ്ട് പ്രചാരണം കഴിഞ്ഞു. പിന്നെ സ്ക്വാഡ് ഒരു റൗണ്ട് കഴിഞ്ഞു. പിന്നെ ജില്ലാ പഞ്ചായത്ത് ജോബിയുടെ പര്യടനം കഴിഞ്ഞു. പിന്നെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മത്സരിക്കുന്ന ഷിമി ജോഷിയുടെ പര്യടനത്തോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ 4-2-6 റൗണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ 40 വർഷമായിട്ട് UDF-ന്റെ കയ്യിലിരിക്കുന്ന ഒരു വാർഡാണ്. UDF-ന്റെ ഒരു ഉറച്ച സീറ്റാണ്, അവരുടെ വർക്കത്ത് സീറ്റായിട്ട് കാണുന്ന ഒരു വാർഡാണ്. മാത്രമല്ല ഈ വാർഡ് കുമ്പളങ്ങിയിൽ പഞ്ചായത്തിന്റെ പ്രസിഡന്റുമാർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വാർഡുമാണ്. അപ്പൊ ഈ പ്രസിഡന്റുമാര് മാറി മാറി ഭരിച്ചിട്ട് ഒരു എന്താണ് വികസനം എന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ പോയി കണ്ടു. അതായത് പ്രസിഡന്റുമാർ ഈ വാർഡിൽ നിന്ന് ആവശ്യത്തിന് ഉണ്ടാവുന്നുണ്ട്, പക്ഷേ അതിന്റെ ഒരു വികസനം പ്രയോജനം ജനങ്ങൾക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. നമ്മള് ആദ്യമായിട്ടാണ് ഈ രംഗത്ത്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു, ആയുർവേദ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിൽ റിട്ടയർ ചെയ്തു. അതിനുശേഷം എല്ലാ പാർട്ടികൾക്കും സമ്മതനായിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ആണ് നമ്മുടെ യാത്ര. എല്ലാ പാർട്ടികളും തന്നെയും ഇലക്ഷന് നിൽക്കണം എന്നൊരാവശ്യം ആദ്യമേ തന്നെ ഉന്നയിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ എൻ്റെ അച്ഛൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അതായത് ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിലൊരു സംഭാവന നൽകിയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇവിടെ ഇത് CPIയുടെ വാർഡാണ്. അപ്പോൾ അവർ CPIയുടെ ഭാരവാഹികളൊന്ന് സമീപിച്ചു നിൽക്കണം എന്ന് പറഞ്ഞു. CPM-ന്റെ ഭാരവാഹികൾ PA പീറ്റർ ഉൾപ്പെടെയുള്ള ആൾക്കാർ വന്ന് നിർബന്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിട്ടാണ് ഞാനിവിടെ ഒരു സ്ഥാനാർത്ഥിയാവുന്ന ഒരു നിമിത്തമാണ് ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നത്. അപ്പം അങ്ങനെ നിന്നു. ഒരു പര്യടനം എന്ന നിലയ്ക്ക് എല്ലാ വാർഡിലുള്ള എല്ലാ വീടുകളിലുമൊക്കെ സന്ദർശിച്ചിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കാനകൾ പണിതിട്ട് ആ കാനകൾ ആ പണിത രീതിയിൽ തന്നെ കിടക്കുന്നതല്ലാണ്ട് അതൊന്ന് കോരി ഒന്ന് വൃത്തിയാക്കാനുള്ള നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ കാലയളവിൽ ഒന്നും നടന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ നോക്കിയാൽ അറിയാം. കാനകളൊക്കെ ഗ്രൗണ്ട് ലെവലിൽ നിറഞ്ഞ് കൊതുക് സേവന കേന്ദ്രമായിട്ട് നിൽക്കുക. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ എല്ലാ തിങ്ങിയ വീടുകളായി പഴയ പോലുള്ള വെളിപ്രദേശങ്ങൾ കുറവാണ്. ഉള്ള പൊതുവായിട്ട് ഒഴിഞ്ഞു കിടക്കുന്ന ഇടങ്ങളെല്ലാം കാട് പിടിച്ച് മാലിന്യ കൂമ്പാരമാണ്. ഈ വഴിയിൽ നോക്കിയാൽ കാണാം. ആ മതിൽക്കെട്ടിന്റെ മുകൾ വരെ മാലിന്യം പൊങ്ങി കൂടിക്കിടക്കുകയാണ്. അതിനൊന്നും ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവരുടെ വികസനമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മുടെ നാട്ടിൽ, നമ്മുടെ കുമ്പളങ്ങിയിൽ ഇല്ലാതിരുന്ന ചില ജന്തുക്കൾ. നമ്മളാകെ പണ്ട് കാണുന്ന ചേര അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇപ്പം അണലിയായാലും മൂർഖനായാലും കീരി, ഉടുമ്പ്, ഇങ്ങനെയുള്ള ജീവികളൊക്കെ നമ്മുടെ പ്രദേശത്ത് വിഹാര കേന്ദ്രമായിട്ട് ജനവാസ കേന്ദ്രം കൂടിയായിട്ടും എന്നിട്ടും ആ ഒരു അവസ്ഥയിലേക്ക് ചെല്ലണമെങ്കിൽ എലിയുടെ കാര്യം അങ്ങനെയുള്ള മറ്റേ തെരുവ് നായ്കളുടെ പ്രശ്നങ്ങളൊന്നും ഒരു വലിയ വിഷയമല്ലായിരിക്കും. കാരണം ജനങ്ങൾ ഇത് അങ്ങനെ അത് അംഗീകരിച്ചു പോയി. കാരണം അത് അത്രയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ഇടവഴികളിൽ നമ്മുടെ നാട്ടുവഴികൾ, ഗ്രാമവീഥികളൊക്കെ മാലിന്യം നിറഞ്ഞ് കിടക്കുകയാണ്.
കുമ്പളങ്ങി ഒരു മറ്റേ ടൂറിസം ഗ്രാമമാണ്, ഇന്ത്യയിലെ ആദ്യത്തെ ടൂറിസം ഗ്രാമമാണ്. കൊച്ചി ലോക ഭൂപടത്തിൽ എല്ലാവരും സന്ദർശിക്കേണ്ടുന്ന വലിയൊരു ആ ഒരു രീതിയിലൊക്കെ എത്തിയെങ്കിലും കുമ്പളങ്ങിയുടെ ടൂറിസം സാധ്യതകൾ ലോകത്തിന് മുമ്പിൽ കാഴ്ചവെക്കാനായിട്ട് ഇവർക്ക് ഇതുവരെ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ടൂറിസം സൊസൈറ്റി രൂപീകരിച്ച് അതൊരു വ്യക്തി കേന്ദ്രീകൃതമായി അവരുടെ വികസനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അല്ലാതെ ചില ഫോക്കസുകളിലൂടെ അത് പോകുന്നല്ലാണ്ട് ഈ പഞ്ചായത്തിന് അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാവുന്ന രീതിയിൽ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് അതിനകത്ത് ഒരു വരുമാനം ഉണ്ടെന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിന് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ട കുമ്പളങ്ങിയുടെ മുഖമാണ് കുമ്പളങ്ങി പാർക്ക്. ആ കുമ്പളങ്ങി പാർക്ക് ഈ പറയുന്ന തൊട്ട് ഇഴജന്തുക്കളും കീരിയും പാമ്പും ഒക്കെ ഉള്ള ഒരു പ്രദേശമായിട്ട് അധപ്പതിച്ച് കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുഖച്ഛായൊക്കെ ഒന്ന് മാറ്റി കുമ്പളങ്ങിയുടെ ടൂറിസം പൊതുജനങ്ങൾക്ക് മുമ്പിലായിട്ട് പ്രയോജനപ്പെടുന്ന രീതിയിൽ അത് അവതരിപ്പിക്കാൻ കഴിയും. നമുക്കൊരു പൊതു ശൗചാലയങ്ങളില്ല, ടൂറിസ്റ്റുകൾ വന്നാൽ അവർക്ക് ഉപയോഗിക്കാൻ പാകത്തിലുള്ള പൊതു ശൗചാലയങ്ങളില്ല, പൊതു ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചിട്ടില്ല, പൊതുവായിട്ടുള്ള ഒരു ഓഡിറ്റോറിയം അങ്ങനെയുള്ള കമ്മ്യൂണിറ്റി ഹാളില്ല, പൊതുവായിട്ടുള്ള കളിസ്ഥലമില്ല, അങ്ങനെയുള്ള ഒരു അതായത് അടിസ്ഥാനപരമായിട്ടുള്ള യാതൊരു വികാസവും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് KJ മാക്സി MLA-യുടെ പ്രവർത്തന ഫണ്ട്, സേവന ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ള വികസനങ്ങളല്ലാതെ മറ്റൊന്നും നടന്നിട്ടില്ല. ഇവിടെ ഒരു MP ഉണ്ടല്ലോ, MPയുടേതായിട്ടുള്ള യാതൊരു സംഭവം ഉണ്ടായില്ല. MPയെ ലക്ഷം കണക്കിന് ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച നാടാണ്. കുമ്പളങ്ങിക്കാർക്ക് അതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ആ കുമ്പളങ്ങിക്കാർക്ക് പോലും ഒരു പ്രയോജന MPയിൽ വോട്ടർമാരിൽ നിന്ന് ഇത്തരം പ്രതികരണങ്ങൾ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ലഭിക്കുന്നുണ്ട്. വോട്ടർമാരിൽ നിന്ന് ഈ 1-ാം വാർഡിൽ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൽ തന്നെ ആദ്യ മത്സരം ഈ വാർഡിലെ സീറ്റ് ഉറപ്പിക്കാനുള്ള മത്സരമായിരുന്നു. സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള KV സാബുവിന് ജനം അംഗീകാരം നൽകുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥി. ഇത്തവണ ഡിവിഷൻ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുമെന്നും KV സാബു വ്യക്തമാക്കുന്നു. ഡിവിഷന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഇടതുപക്ഷത്തിന് തന്നെ അവസരം നൽകണമെന്നാണ് സ്ഥാനാർത്ഥി KV സാബു പറയുന്നത്. ഭവന സന്ദർശനത്തിനാണ് KV സാബു കൂടുതൽ ഊന്നൽ നൽകുന്നത്. KV സാബുവിന്റെ വാക്കുകളിലേക്ക്. ഈ മത്സരം തന്നെ ജനങ്ങളിൽ ആദ്യത്തെ ഒരു പ്രതികരണം ഉണ്ടാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മുടെ ഡൊമിനിക് പ്രസന്റേഷൻ ഉൾപ്പെടെ ഇതുവരെ ഉള്ളവരൊക്കെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാനായിട്ട് ചുക്കാൻ പിടിച്ച ഒരാളുടെ നേതൃത്വത്തിലാണ് ഇപ്പം UDF-ന്റെ പ്രവർത്തനം നടക്കുന്നത്. അത് തന്നെ ജനങ്ങൾക്കിടയിൽ ഒരു രോഷം ഉണ്ടാക്കാനിടയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു മാറ്റം ഉണ്ടാവും. ഇത് ഇപ്പോൾ കേരള സർക്കാർ ഒരുപാട് വികസന പദ്ധതികൾ, ജനക്ഷേമപരമായ ഒരുപാട് കാര്യങ്ങൾ ഇറക്കിയിട്ടുണ്ട്. പാവപ്പെട്ടവർ ചേർത്ത് പിടിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമാകാൻ ഈ പഞ്ചായത്തിൽ കഴിഞ്ഞെങ്കിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. ഒരുപാട് വികസന പദ്ധതികൾ, അതായത് ഇപ്പോൾ പട്ടികജാതി അതിന് വേണ്ടിയിട്ട് നൽകിയിരിക്കുന്ന ഫണ്ടൊക്കെ വെറുതെ ലാപ്സാക്കി അത് പ്രയോജനപ്പെടുത്താതെ കിടക്കുകയാണ്. സർക്കാർ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഈ കേന്ദ്രത്തിൻ്റെ സമ്മർദ്ദത്തിനൊക്കെ വിധേയമായിട്ട് വികസന പ്രവർത്തനങ്ങൾ ഫണ്ടില്ലാതെ വളരെയേറെ ബുദ്ധിമുട്ടുന്ന ഒരു സർക്കാരാണ്. ആ സർക്കാർ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി നൽകുന്ന ഫണ്ട് അത് വിനിയോഗിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അത്രമാത്രം ഈ നാടിനോട് അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളോട് അവഗണന കാണിക്കുന്നു എന്നുള്ളതാണ് ബോധ്യപ്പെടേണ്ടത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ കാണുന്ന ഒരു തലമുണ്ട്. അതായത് ഒരു വികസനവും നൽകിയില്ലെങ്കിലും അവർ പറയുന്ന ആ ചിഹ്നത്തിന് ഇവിടെയുള്ള സമ്മതിദായകർ വോട്ട് ചെയ്തോളും എന്ന ഭയങ്കര ആത്മവിശ്വാസത്തിലാണ്. അപ്പം അങ്ങനെ ഇവിടെയുള്ള നാട്ടുകാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന അഴിമതിയുടെ അവഗണന അതിനൊരു മാറ്റം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് മാറ്റം വരുന്നതിന് വേണ്ടിയിട്ടാണ് താങ്കള് ഈ സാമൂഹിക സാംസ്കാരിക രംഗത്ത് ഞാൻ സർവീസിലിരിക്കുന്ന കാലം മുതൽ തന്നെ ആയുർവേദ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാലത്തിന് അനുസരിച്ചുള്ള മാറ്റങ്ങൾ വേണമല്ലോ. അപ്പോൾ അങ്ങനെ കാലത്തിനനുസരിച്ച് വേണ്ടുന്ന മാറ്റങ്ങൾക്ക് വേണ്ടി ഡിപ്പാർട്ട്മെന്റ് തലത്തിലും സർവീസ് മേഖല KGAP-യുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് 7 വർഷം പ്രവർത്തിച്ച ഒരാളാണ്. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന നമ്മളൊരു ജോലി ഏൽപ്പിച്ചാൽ ആ ജോലി വൃത്തിയോടെ ചെയ്യുക എന്നുള്ളതാണല്ലോ എൻ്റെ രീതി. അപ്പോൾ എൻ്റെ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടുന്ന വികസനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ചിട്ട് ആ ഡിപ്പാർട്ട്മെന്റിനെയും ആയുർവേദത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടിയിട്ടും ആയുർവേദത്തിൻ്റെ ഉപയോഗിക്കുന്ന ജനങ്ങളുടെ പ്രയോജനത്തിന് വേണ്ടിയിട്ടുള്ള പ്രചാരണത്തിന് എനിക്ക് വളരെയേറെ ഊന്നൽ നൽകി പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ കോവിഡ് കാലത്ത്, പിന്നെ നമ്മുടെ പ്രളയത്തിൻ്റെ സമയത്തൊക്കെ
വളരെയേറെ പ്രയോജനകരമായ രീതിയിലുള്ള സേവനം കാഴ്ചവെക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ കുമ്പളങ്ങി പഞ്ചായത്തിൽ ആയുർവേദ പ്രതിരോധ മരുന്നുകൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് സഹകരണത്തോടെ, അതുപോലെ ദുരന്ത നിവാരണ സേനയുടെ സഹകരണത്തോടെ, പിന്നെ സാനുമാഷിൻ്റെ നേതൃത്വത്തിലുള്ള ഫേസ് ഫൗണ്ടേഷൻ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതാണ്. അവരുടെയൊക്കെ സഹകരണത്തോടെ കുമ്പളങ്ങി പഞ്ചായത്ത് മുഴുവൻ ഈ ഔഷധ കിറ്റുകൾ, പ്രതിരോധ ഔഷധ കിറ്റുകൾ നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ ഈ ദുരന്ത നിവാരണ സേനയുമായിട്ട് ബന്ധപ്പെട്ട് കൊച്ചിയിലുടനീളം ഭക്ഷ്യക്കിറ്റുകൾ കൊടുക്കാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് കലാകാരന്മാർക്ക് വേണ്ടിയിട്ടൊരു പ്രത്യേക സ്കീം ഉണ്ടാക്കിയിട്ട് അതിൽ എല്ലാ കലാകാരന്മാരുടെ വീട്ടിലും പ്രത്യേകിച്ച് നൽകാൻ കഴിഞ്ഞു എന്നുള്ളത്. KG മാക്സി MLA ഒരുപാട് ആ കാര്യത്തിൽ സഹായിച്ചു എന്നുള്ളതാണ്. ഈ ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ടാകുമ്പോൾ അത് പ്രാവർത്തികമാക്കിയിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമ്പോഴാണല്ലോ ആ പദ്ധതിയോട്ട് പ്രയോജനം ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു പ്രവർത്തനം, ഒരു സാമൂഹ്യ പ്രവർത്തനം എന്ന നിലയിൽ, ഒരു ആരോഗ്യ പ്രവർത്തനം എന്ന നിലയിൽ പൊതുവായിട്ട് നമുക്ക് നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ ഇപ്പം ഞാൻ കൊച്ചിയിലെ കലാകാരന്മാരുടെ സംഘടന ആശ അർജുന മാസ്റ്റർ സ്ഥാപിച്ചാണ്. അപ്പോൾ ആശ ഇപ്പം 25ാമത്തെ വർഷത്തിലേക്ക്. അപ്പോൾ ആശയുടെ ആ വളർച്ച കലാകാരന്മാരുടെ ക്ഷേമത്തിനും അല്ല കുട്ടികളെ പഠിപ്പിക്കുക, അവിടെ കുറേ സംഗീത വിദ്യാലയമൊക്കെ നടത്തുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും എനിക്ക് അനുഗ്രഹമായിട്ടും ഒരു സംഘടനാ പ്രവർത്തകൻ വാർത്തെടുക്കുന്നതിലുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് അതിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പം ആശ ഇന്ന് കൊച്ചിയിലെ മികച്ച എല്ലാ അറിയപ്പെടുന്ന കലാകാരന്മാരൊക്കെ ആശയിൽ മെമ്പർമാർ, ജോൺ ഫെർണാണ്ടസ് ആയാലും KM ധർമ്മനായാലും പ്രദീപ് പള്ളുരുത്തിയായാലും സായനായാലും അമ്മിണിയനിസ്റ്റ്, അങ്ങനെയുള്ള ഒരുപാട് പ്രതിഭകൾ. അപ്പോൾ അവരുടെ കൂട്ടത്തിലൊക്കെ വർക്ക് ചെയ്യാൻ കഴിയുമ്പോൾ കിട്ടുന്ന അനുഭവ സമ്പത്താണ് നമ്മുടെ മുൻകൂട്ട്. അപ്പൊ എന്തായാലും പിന്നെ ഈ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു 40 വർഷത്തോളമായിട്ട് കുമ്പളങ്ങി 1-ാം വാർഡ് UDF-ന്റെ കയ്യിലാണ്. ആ കുത്തക ഇത്തവണ തീർച്ചയായിട്ടും വളരെയേറെ പ്രതീക്ഷയോടെയാണ് ഇപ്പൊ നിൽക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ജനങ്ങളിലേക്ക് ചെല്ലുമ്പം അവർ പറയുന്ന സങ്കടങ്ങൾ, വേദനകൾ, അവരുടെ സംഘർഷം, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മളോട് നേരിട്ട് സംവദിക്കാൻ, ഇത് ഈ പറയുന്ന ജനിച്ചതു മുതൽ ഈ പറയുന്ന ഒരു ചിഹ്നത്തിന് മാത്രം വോട്ട് ചെയ്തിരുന്ന അവർ ഇതിന് മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇത്തവണ എന്തായാലും ഇടതുപക്ഷത്തോടൊപ്പം ഈ 1-ാം വാർഡ് നിൽക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. വളരെ ആത്മവിശ്വാസത്തോടെയാണ്. 1-ാം വാർഡ് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നു എന്ന് മാത്രമല്ല, കുമ്പളങ്ങി ഇടതുപക്ഷത്തോടൊപ്പം വരുന്നു എന്നുള്ളൊരു സൂചനയാണ് നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെയേറെ ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. മാറ്റം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ കഴിയുമ്പോഴാണല്ലോ ഒരു ഭരണം. ഭരിക്കുക എന്നുള്ളത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഭരിക്കണം. ഇതിപ്പോ ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്ന എന്താ വെച്ചാൽ അവര് ഭരണത്തിലേക്ക് വരുന്നു, അവരുടേതായിട്ടുള്ള കുറച്ച് ശിങ്കിടികളും അവരും മാത്രമായിട്ട് ആ ഭരണത്തെ ഒതുക്കുകയാണ്. ജനങ്ങളിലേക്ക് ഒരു കാര്യം ചെല്ലുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതിനൊരു മാറ്റം ഉണ്ടാവാനുള്ള യത്നത്തിലാണ് പങ്കാളിയായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും അതിന് ഈ 1-ാം വാർഡിൽ നിന്ന് തന്നെ അതിന്റെ മാറ്റമുണ്ടാക്കുവാൻ താങ്കൾക്ക് കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കുമ്പളങ്ങി.